അതായത് എത്തിക്സ് സൊസൈറ്റിയിൽ പ്രോപ്പർ എത്തിക്സ് ഡെവലപ്പ് ചെയ്യാതെ ഈ AI ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ട്സിലേക്ക് കൂടുതൽ ഉണ്ടാകാൻ പോകുന്നതാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അല്ല, ഏതൊരു സാങ്കേതിക വിദ്യയും ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ തന്നെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ ദേശാഭിമാനി പത്രം കമ്പ്യൂട്ടർവൽക്കരിച്ചപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. അല്ല, ഇതൊക്കെ ഒരു വൈരുദ്ധ്യമായിട്ടൊക്കെ നമുക്ക് തോന്നാം. അപ്പൊ സത്യത്തിൽ നമുക്ക് സാങ്കേതിക വിദ്യയോട് പുറംതിരിഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അത് എന്തായാലും മനുഷ്യന്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ അനുഗുണമായിട്ടായിരിക്കും അത് വയ്ക്കുന്നത്. പിന്നെ സന്തോഷ് വർക്കി ചോദിച്ച പോലെ ഇത് എത്തിക്സ്, അതിപ്പോ നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ട്. ഇപ്പൊ ഒരാളുടെ കയ്യിൽ ഒരു കത്തി വന്നാൽ, ഒരു നൈഫ്, അത് ഒരു ഡോക്ടർ ഉപയോഗിക്കുന്നത് ഒരാളുടെ ജീവൻ രക്ഷിക്കാനും, വേറെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾ ഉപയോഗിക്കുന്നത് ഒരാളെ കുത്തി കൊല്ലാനും ആയിരിക്കുമല്ലോ. അപ്പൊ അത് ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു എത്തിക്സ്, അത് ആ മനുഷ്യന്റെ ഇതനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മളെ വരുന്ന സാങ്കേതികത്വത്തെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം.